5 LED-കളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നു 5 LED-കളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനിയും ഈ കണക്ഷൻ മാറ്റി പാരലായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. LED-കളെ പാരൽ കണക്ഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, വീണ്ടും പുതിയൊരു പ്രൊജക്ട് തുടങ്ങാൻ വേണ്ടി ടിങ്കർ കാർഡിന്റെ ഹോം പേജിലേക്ക് വരിക. ലോഗിൻ ചെയ്തിട്ടുണ്ടാകണം. പുതിയതായിട്ട് വരുന്നവർ സൈൻ അപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള പേജിൽ വരും. ഇവിടെ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ലേബൽ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വലതുവശത്ത് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെനു ഡ്രോപ്പ് ഡൗൺ ചെയ്യും. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സർക്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഞാൻ സർക്യൂട്ട് സെലക്ട് ചെയ്തപ്പോൾ സർക്യൂട്ട് ബോർഡുകൾ തയ്യാറാക്കാൻ ആവശ്യമായ ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ആദ്യമേ ഒരു ബ്രെഡ് ബോർഡ് ആണ് എടുക്കുന്നത്. സർക്യൂട്ടുകൾ റെഡിയാക്കാൻ വേണ്ടി ഒരു ബ്രെഡ് ബോർഡ് എടുക്കുകയാണ്. ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളുടെ പേജിലേക്ക് ബ്രെഡ് ബോർഡ് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് ഒരു ബാറ്ററിയാണ്, പവർ സോഴ്സ് ആയിട്ട്. ഇവിടെ 9 വോൾട്ട് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബാറ്ററിയും ഇവിടെ എത്തി. ഇനിയും അതിന്റെ ടെർമിനലിൽ നിന്ന് നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. പോസിറ്റീവ് പോളിൽ നിന്ന് നമ്മളുടെ ബ്രെഡ് ബോർഡിന്റെ ഈ ഭാഗത്തേക്ക്, പോസിറ്റീവ് എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ലൈനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഇനിയും ബാറ്ററിയുടെ നെഗറ്റീവ് പോളിൽ നിന്ന് ഒരു കണക്ഷൻ, ഒരു വയർ എടുത്ത് നമുക്ക് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് പാർട്ടിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം. ഇനി ഈ വയറുകളെ തിരിച്ചറിയാൻ വേണ്ടി കളർ കോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ആയിട്ടും ഇതിനെ റെഡ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രണ്ടാമത്തെ പോയിന്റിൽ ചാർജ് ഉണ്ടാകില്ല, ഇവിടെയും അതുപോലെ ചാർജ് ഉണ്ടാകില്ല. അത് കാരണം ഈ പോസിറ്റീവ് പാർട്ടിൽ നിന്ന് നമ്മളുടെ ബോർഡിന്റെ മറുവശത്തേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. ജമ്പർ വയർ കണക്ട് ചെയ്യണം. അതേപോലെ തിരിച്ച് നെഗറ്റീവ് പോയിന്റിൽ നിന്ന് മറുവശത്തുള്ള നെഗറ്റീവ് പോയിന്റിലേക്ക് നമുക്കൊരു കണക്ഷൻ കൊടുക്കണം. ഓക്കെ, അതിന്റെ കളർ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ബാറ്ററി നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ ആവശ്യത്തിനുള്ള LED-കളും റെസിസ്റ്റേഴ്സും ഒക്കെ എടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ പാരലൽ കണക്ഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഒരു LED എടുത്തു നമ്മളുടെ ബ്രെഡ് ബോർഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം. അതിന്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനിയും ഇതിനൊപ്പം ഒരു റെസിസ്റ്റർ വെക്കേണ്ടതുണ്ട്. കാരണം ഒരു LED മാത്രമേ ഉള്ളൂ. 9 വോൾട്ട് ബാറ്ററി ആണ്. ഇത് ഏകദേശം 2 വോൾട്ട് കപ്പാസിറ്റി ഉള്ള LED ആണ്. ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ LED കത്തിപ്പോകുമെന്ന് മുൻ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് റെസിസ്റ്റർ ഉപയോഗിക്കണം. ഒരു റെസിസ്റ്റർ എടുത്തു. ഇനിയും അതിനെ ഒന്ന് നമ്മൾ ഡയറക്ഷൻ മാറ്റി നമ്മുടെ ബോർഡിലേക്ക് കൊണ്ടുവരാം. വെക്കാനുള്ള സൗകര്യത്തിന് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, LED-യുടെ കാതോട് നിൽക്കുന്ന പോയിന്റിലേക്ക് റെസിസ്റ്ററിന്റെ ഒരു ടെർമിനൽ പിടിപ്പിച്ചു. റെസിസ്റ്ററിന്റെ രണ്ടാമത്തെ ടെർമിനൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നമ്മളുടെ ബ്രെഡ് ബോർഡിലെ നെഗറ്റീവ് ചാർജ് വരുന്ന ഏരിയയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. LED-യുടെ ആനോഡ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നമ്മളുടെ ബ്രെഡ് ബോർഡിലെ പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ഭാഗത്തേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇനി വയറിന്റെ കളർ മാറ്റുന്നു. ഓക്കെ, ഒന്നാമത്തെ LED ഇവിടെ കണക്ട് ചെയ്തു. അത് തെളിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്റ്റാർട്ട് സിമുലേഷൻ എന്ന് പറയുന്ന ബട്ടൺ വലതുവശത്ത് ഏറ്റവും മുകളിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. LED ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഒരു LED കൂടെ കൊടുക്കാം. രണ്ടാമതൊരു LED ഇവിടെ കൊണ്ടുവച്ചു. അതിന്റെ കളർ നമ്മൾക്ക് മാറ്റാം. ഇനി ഒരു റെസിസ്റ്റർ കൂടെ കൊണ്ടുവരണം. അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. LED-യുടെ കാതോടിരിക്കുന്ന ഭാഗത്തുള്ള ഒരു പോയിന്റിലേക്ക് റെസിസ്റ്ററിന്റെ ഒരു ടെർമിനൽ വന്നു. രണ്ടാമത്തെ ടെർമിനലിൽ നിന്നും നമുക്ക് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് പോളിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. അതുപോലെ
LED ആനോഡ് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആ റോയിൽ നിന്ന് നമ്മളുടെ ബ്രെഡ് ബോർഡിലെ പോസിറ്റീവ് ചാർജ് ലഭ്യമാകുന്ന സോഴ്സിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. ഈ കേബിളിന്റെ നിറം നമുക്ക് മാറ്റാം. ഓക്കെ, 2 LED കണക്ട് ചെയ്തു. വീണ്ടും സിമുലേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 2 LED പാരലായിട്ട് കൊടുത്തു. വീണ്ടും ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു LED കൊണ്ടുവച്ചു, ഒരു റെസിസ്റ്ററും കൊണ്ടുവന്നു. അതിനെയും നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. പഴയതുപോലെ കേബിൾ കണക്ഷൻ കൊടുക്കുന്നു. ടെർമിനൽ 1 നിന്ന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന ഒരു സോഴ്സിലേക്ക് കണക്ഷൻ കൊടുത്തു. ആനോഡിൽ നിന്നും LED ആനോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ഏരിയയിലേക്ക് കണക്ഷൻ കൊടുത്തു. കേബിൾ തിരിച്ചറിയാൻ വേണ്ടി കളറും ചേഞ്ച് ചെയ്തു. ഓക്കെ, വീണ്ടും സ്റ്റാർട്ട് സിമുലേഷൻ ബട്ടൺ കൊടുക്കാം. 3 LED ഇപ്പോൾ തെളിയുന്നുണ്ട്. ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡിസൈനിന്റെ പേര് മാറ്റാൻ വേണ്ടി ടോപ്പിൽ ഒരു സ്പേസ് ഉണ്ടാകും. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നെയിം ചേഞ്ച് ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ,